ഹലോ നമസ്കാരം. ഇന്നൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ? നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആര്യസിലെ ആര്യഭവനിലൊക്കെ കിട്ടുന്ന പോലെ നല്ല അടിപൊളി ഒരു മസാല ദോശയാണ്. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നല്ല തലേദിവസം നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെക്കില്ല, അതുപോലെ ഒരു മാവ് റെഡിയാക്കി വെക്കണം. അടുത്ത ദിവസത്തിന് രാവിലത്തിനാണ്. പിന്നെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, പിന്നെ ഒരു ക്യാരറ്റ്, 2 സബോള, 1 ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ചേറെ മല്ലിയില. എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക, ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ക്യാരറ്റ്, മല്ലിയില, സബോള, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. പിന്നെ 3 ഉരുളക്കിഴങ്ങ് എടുത്തില്ല, ഒരു പാത്രത്തിൽ ഉടച്ചുകൂടെ വെക്കുക. പിന്നെ ഒരു പാത്രം എടുത്ത് അതിൽ കടുകും ഉഴുന്ന് പരിപ്പും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക, താളിക്കാൻ വേണ്ടിയിട്ടാണ്. പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ട് വഴറ്റുക. പച്ചമുളക് മാറാൻ വേണ്ടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുഞ്ഞായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് ഇളക്കുക. പിന്നെ അതിന് ശേഷം കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർക്കുക. ഒരുപോലെ പൊടിയായിട്ട് വേണം അരിയാൻ. എൻ്റെ ഇച്ചിരി വലുതായിപ്പോയി, കത്തി അത്ര ശരിയല്ല എന്നതുകൊണ്ടാണ്. അതിനുശേഷം അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കിന് അതിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം. ഓക്കെ, അതിന് നന്നായിട്ട് വഴറ്റുക. അടിയിലൊന്നും പിടിക്കല്ല, തീയൊക്കെ കുറച്ചിട്ടുണ്ടാണ്. പിന്നെ കുറച്ച് നേരം ഒരു സ്പൂൺ അങ്ങ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിന് നല്ല കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം. പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ, ആ പച്ചമണം മാറും. അതിനുശേഷം മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് നിന്ന് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി ലൂസാകാൻ വേണ്ടിയിട്ടാണ് ആ മസാലാസൊക്കെ. അതിനുശേഷം നമ്മൾ പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചില്ലേ, ആ ഉരുളക്കിഴങ്ങ് 3 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു ഉടച്ച് വെച്ചത്, അത് ഇട്ടങ്ങോട്ട് വഴറ്റുക. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട മസ്റ്റാണ്, അത് ഒരിക്കലും വിട്ടു പോകല്ലേ, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞ സമയത്ത് ഒഴിക്കണം. ക്യാരറ്റെല്ലാം വഴറ്റിയതിന് ശേഷം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി കൂടല്ലേ, ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മല്ലിയില എത്രയുണ്ടോ അത്രയും വളരെ ടേസ്റ്റ്. മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടം, മല്ലിയില ടേസ്റ്റ്. കുറച്ചേറെ ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമണമൊക്കെ മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അത് മാറ്റി വെക്കാം. ഒരു ദോശക്കല്ല് ചൂടായി റെഡിയായിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ദോശയ്ക്ക് വേണ്ട മാവ് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. ഓക്കെ, പരത്തി കണ്ട് അതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കൊടുക്കും. ബട്ടർ നെയ്യ് എന്തെങ്കിലും ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാലയില്ലേ, അതൊരു കോർണറിലാക്കി വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, കോർണറിലാക്കി മടക്കി അത് കുറച്ച് കുക്കാകുമ്പോൾ തന്നെ ഇതുപോലെ മുരുന്ന് വരുന്ന സമയത്ത് നമ്മളതൊന്ന് മടക്കി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതാക്കി കോർണറിലാക്കി മടക്കി കൊടുക്കാം. അത് തിരിച്ചും കൂടെ ഇടും. ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട് അതിൽ. നെയ്യൂടെ ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മണവും മസാല ദോശയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളേ. എന്നിട്ട് അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. കണ്ടില്ലേ, ഇഡലല്ലേ, നമ്മുടെ അരിയസിലൊക്കെ കിട്ടുന്ന പോലത്തെ ദോശയാണ്. ഇച്ചിരി വലുതാക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ. ഞാൻ പക്ഷേ ഒത്തിരി വലുതാക്കിയില്ല, കുറച്ചൊരു മീഡിയം സൈസാണ് എടുത്തത്. നമുക്ക് ഇനിയും വേണമെങ്കിൽ പരത്താം, മാവിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മസാല ദോശ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചട്നി, സാമ്പാർ